പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും KK's വോയിസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ. 2024 നിരവധി ആളുകൾ ഓണാശംസകൾ നേരുകയുണ്ടായി. ഉദാഹരണമായിട്ട് ഒരുപാട് സെലിബ്രിറ്റികളായ ആളുകൾ, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ക്രിക്കറ്റ് താരങ്ങൾ, അതുപോലെ തന്നെ സിനിമാ താരങ്ങൾ, നിരവധി പേരുടെ ഓണാശംസകൾ ഞാൻ വായിക്കുകയുണ്ടായി. ഇതിലേറ്റവും എനിക്ക് ഹൃദയസ്പർശിയായത്, ഏറ്റവും ആത്മാർത്ഥതയുള്ളതായി തോന്നിയത്, ശരിക്കും ഒരു ഓണാശംസകൾ നേർന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സ്റ്റാലിൻ്റെ, അതായത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റേതായിരുന്നു. പ്രധാനമന്ത്രിയുടെ ആശംസകൾ കണ്ടു, മുഖ്യമന്ത്രിയുടെ ആശംസകൾ കണ്ടു കേരളത്തിൻ്റെ, അതുപോലെ തന്നെ നിരവധി ആളുകളുടെ, മമ്മൂട്ടി, മോഹൻലാൽ, നിരവധി പേരുടെ ഓണാശംസകൾ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷെ അതൊന്നും ഒരു ഒരു ആത്മാർത്ഥതയുള്ളതായി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു സാധാരണ ആശംസകൾ നേരുന്നു എന്ന് മാത്രമേ അതിൽ കണ്ടുള്ളൂ. അതിൽ പ്രത്യേകിച്ച് ഒന്നും ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഓണാശംസകൾ നമ്മൾ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒന്ന് നോക്കാം. തിരുവോണം ആഘോഷിക്കുന്ന മലയാളികൾക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആശംസകൾ നേർന്നു. ദ്രാവിഡ സഹോദരങ്ങളായ കേരളത്തിലെ ജനങ്ങൾക്ക് ഏതൊരു ആപത്തിലും, അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ആ ഓണാശംസകൾ നേരുമ്പോൾ അതും കൂടി ഉൾപ്പെടുത്തണമെന്നതാണ്. ഏതൊരു ആപത്തിലും കൈത്താങ്ങായി തമിഴ്നാട് സർക്കാർ ഉണ്ടാകും. അത് വെറുതെ ഒരു ഡയലോഗല്ല, വാചകമടിയല്ല, പകരം അതൊരു തെളിവിൻ്റെ പിൻബലത്തിൽ പറയുകയാണ് അദ്ദേഹം. വയനാട് ഉരുൾപൊട്ടൽ സംഭവത്തിൽ തമിഴ്നാട് സർക്കാർ 5 കോടി രൂപ അനുവദിക്കുകയും വൈദ്യസംഘത്തെ നിയോഗിക്കുകയും രക്ഷാപ്രവർത്തകരെ അയക്കുകയും ചെയ്തിരുന്നു. ഒരു കെടുതികളിൽ നിന്ന് കരകയറി സമത്വത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ ഓണം ആഘോഷിക്കുന്ന മലയാളി സഹോദരങ്ങൾക്ക് ഞാൻ ആശംസകൾ നേരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് കേരളം അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ കഴിഞ്ഞു പോയത്. അതിൽ തമിഴ്നാട് സർക്കാരിൻ്റെ പണത്തിൻ്റെയും അതുപോലെ ആൾബലത്തിൻ്റെയും പിൻബലമുണ്ടായിരുന്നു. അങ്ങനെയാണ് ആശംസകൾ നേരുന്നത്. മറ്റുള്ളവർ കേവലം ഒരു ആശംസ, മമ്മൂട്ടിയുടെ, മോഹൻലാലിൻ്റെ ഒക്കെ ഒരു ആശംസയായിരുന്നു. പക്ഷേ ഇത് ഒരു സർക്കാർ ഈ ഒരു ജനതയോടൊപ്പമുണ്ട്, കേരളത്തിലെ ജനങ്ങളോടൊപ്പമുണ്ട് എന്നതിൻ്റെ ഒരു പിൻബലത്തിലുള്ള ആശംസ, അത് ശരിക്കും ഹൃദയസ്പൃക്കായിരുന്നു. അത് ശരിക്കും ആത്മാർത്ഥമായിരുന്നു. അത് കേവലം എല്ലാവർക്കും ഓണാശംസകൾ, സമൃദ്ധി ഉണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ എന്ന് പറയുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ്. എത്ര നല്ല ഇങ്ങനെ ആശംസ തരണം. എനിക്ക് തോന്നുന്നു ഈ 2024 ഓണാശംസകളിൽ ഏറ്റവും നല്ല ഓണാശംസ MK സ്റ്റാലിൻ്റേതാണ്. അദ്ദേഹത്തിന് സന്തോഷം നേരുന്നു. ഇങ്ങനെ ഒരു ആശംസ നേർന്നതിൽ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു.